ഇനി എനിക്കൊരു ലൈഫ് കിട്ടുവാണേലും ഇനി ഞാൻ ഈ സന്യാസത്തിലേക്കാണ് അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ, സ്നേഹമാണ് എനിക്കിതിനോട്. മറിച്ച് ഈശോയിൽ ആഴപ്പെട്ട വിശ്വാസം കൊണ്ട് ഈ ലോകത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിലൊരു കാര്യമില്ല, ഇല്ലേ? ഒരു കുഞ്ഞും അങ്ങനെ നശിച്ചു പോകുന്ന ഈശോയിൽ ആഗ്രഹിക്കുന്നില്ലല്ലോ. എത്ര നേരം വേണമെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹം. നമസ്കാരം, എൻ്റെ പേര് മെറിൻ കെ മാത്യു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിസ്റ്റർ ലിൻസ് റാണി. നമ്മൾ ഒരുമിച്ചുള്ള ഒരു എപ്പിസോഡ് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവവിളി അല്ലെങ്കിൽ സഭാസ്നേഹം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്നത്തെ തലമുറയ്ക്ക് അത് കുറഞ്ഞു വരികയാണ്, എന്തൊക്കെയാണ് കാരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സിസ്റ്റർ സംഗീതത്തിൻ്റെ ലോകത്താണ്. സംഗീതത്തിലൂടെ ഈശോയെ കൊടുക്കുന്നതാണ് സിസ്റ്റർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്കന്ന് ഇന്നത്തെ എപ്പിസോഡ് ഒരു പാട്ടോടുകൂടി തന്നെ ആരംഭിച്ചാലോ? ഒരു 4 വരി. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ, തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. നന്നായിട്ടുണ്ട് സിസ്റ്റർ. താങ്ക് യു. തകർന്നിരിക്കുന്നവർക്കും തളർന്നിരിക്കുന്നവർക്കും ഒക്കെ ഒരാശ്വാസം. സിസ്റ്റർ ഇപ്പോൾ ഇതുപോലെ ഒത്തിരി ഇൻ്റർവ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൽബംസ് ചെയ്യുന്നു, ഇങ്ങനെ സംഗീതത്തിന് വേണ്ടി പല വഴികളിൽ പോകുന്നു. നമ്മുടെ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി പല വേദികളിൽ സിസ്റ്റർ എത്തുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് സിസ്റ്റർ സമന്വയ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നത്. അവിടെ ഡയറക്ടറാണ്. അപ്പോൾ അവിടെ ഡെയിലി ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ആയി പോകുന്നത്? ഇത് നമ്മുടെ ഇടുക്കി കാർമൽഗിരി പ്രോവിൻസിൻ്റെ കീഴിലുള്ളതാണ്. 25 വർഷത്തോളമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെ നമുക്ക് പല വിധത്തിലുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ SHGs ഉണ്ട്, 32,500 പേരുടെ SHGs, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള SHGs ഉണ്ട്. അതുപോലെ നമ്മുടെ കൗൺസിലിംഗ് സെക്ഷനുണ്ട്, നൈറ്റ് ഷെൽട്ടറുകളുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നൈറ്റ് നമ്മൾ ആൾക്കാരെയൊക്കെ താമസിപ്പിച്ചു അവരെ 1 ദിവസം 1-2 ദിവസമൊക്കെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അങ്ങനെ വിടാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് എൻ്റെ മ്യൂസിക് ഫീൽഡ് ഇതിനൊരു തടസ്സമായി വരാറില്ല. കാരണം എൻ്റെ അധികാരികൾ അതിനെന്നെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എന്നെ സഹായിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ അവരും എന്നെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ഇതിലൂടെയും നമുക്ക് ഈ പാട്ടിലൂടെയൊക്കെ കൗൺസിലിങ്ങും സഹായകമാണ് ശരിക്കും. കാരണം നമ്മൾ ഈ പിള്ളേരുടെയൊക്കെ അടുത്ത് നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഇച്ചിരി നമ്മുടെ അടുത്ത് ഫ്രീ ആണ്. കാരണം അവർക്ക് പറയാനും അവരെ നമുക്കൊരു വിശ്വാസ്യതയൊക്കെ നമ്മൾ തോന്നുമായിരിക്കും കേട്ടോ. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കുഞ്ഞു പിള്ളേരോടൊക്കെ ഇച്ചിരിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് ഇത് സഹായകമായി തീർന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുമ്പോൾ ഒരുപാട് വേദനയാണ് ശരിക്കും. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പല വിധത്തിലുള്ള അഡിക്ഷനിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. മൊബൈൽ, ലഹരി വസ്തുക്കൾ, അത് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം. അതായത് LKG തൊട്ടുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അത് ചിലപ്പോൾ 80 വയസ്സ് 85 വയസ്സ് വരെയുള്ള കാർന്നോമാർ വരെ വരും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അത് നമുക്കൊരു വലിയ പ്രേക്ഷിത പ്രവർത്തന മേഖലയാണ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കേൾക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു സഹായകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് എനിക്കൊരു തടസ്സവും ഇതുവരെയും വന്നിട്ടില്ല. ദൈവം അതെനിക്ക് കൃപ തരുന്നുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ഡെയിലി കാണുന്ന പല സാമൂഹിക വിപത്തുകളെക്കുറിച്ചും സിസ്റ്റർക്ക് കുറച്ചുകൂടി സംസാരിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നവർ ആണല്ലോ കൂടുതലും നമ്മൾ കൗൺസിലിംഗ് സെൻറ്റേഴ്സിലൊക്കെ വരിക. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്കൂൾസിലൊക്കെ പലപ്പോഴും ഫ്ലാഷ് മോബ് നടത്തും, അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി പല പ്രോഗ്രാംസ് നടത്തും. പക്ഷെ ഇത്രയൊക്കെ നടത്തിയിട്ടും ഇപ്പോഴും ഒരു കുറവുമില്ലാതെ എല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കാൻ പറ്റുന്നത്? വ്യക്തിപരമായ സിസ്റ്ററിന് അനുഭവങ്ങളുണ്ടോ? അവിടെ അങ്ങനെയുള്ള കുട്ടികൾ എത്താറുണ്ടോ? ഉണ്ട്. കുട്ടികൾ ഒത്തിരി പേര് വരാറുണ്ട്. ഇതിന് അടിമപ്പെട്ടുള്ള കുട്ടികൾ ഒരുപാട് വരാം. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള
ഇഷ്യൂസാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം. എല്ലാം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചൊക്കെ ഒരു 40% കുട്ടികൾ. ഒന്നാമത്തെ കേസ് അപ്പനും അമ്മയും രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കും, അല്ലെ അപ്പന് അമ്മ അവർ തമ്മിലുള്ള ഒരു ബന്ധം. ഇപ്പോൾ പുറത്ത് അപ്പൻ ജോലി ചെയ്യാൻ പോയല്ലേ പേരൻസ് മാറി നിന്നതുകൊണ്ട് എല്ലാ കുട്ടികളും മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് അവർ തമ്മിലുള്ളൊരു ബന്ധമില്ലായ്മ ഈ കുട്ടികളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു സ്നേഹമോ, അല്ലെങ്കിൽ കൂടുതലും കേസുകൾ വരുമ്പോൾ മോനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ വല്യപ്പൻ്റെ കൂടെ അല്ല വല്യമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു തരത്തിലല്ല ഇന്ന് കുഞ്ഞുങ്ങൾ. കാരണം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രീതി വിടുന്നു. അതായത് ഒരു സാക്രിഫൈസ് ആയിട്ടുള്ള ഒരു ലൈഫിനോട് കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഇത് വന്നാൽ കൊച്ചിന് ഇച്ചിരി പഠിക്കാൻ പാടാണ്, അപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷൻ, കാരണം കുട്ടികൾ അതിനെ മറികടക്കാൻ വേണ്ടി മറ്റു പലതിലേക്കും പോകുക. പിന്നെ ഇവരുടെ കയ്യിൽ ഒതുങ്ങാതെ വരുന്ന കുഞ്ഞുങ്ങൾ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഭയങ്കരമായിട്ടും കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന്, ഒരുപാടുണ്ട്, പെൺകുട്ടികൾ സഹിതം. അപ്പോൾ അതൊക്കെ അങ്ങനെ വരാനുള്ള കാരണം അവർ പറയുന്നത് ഞങ്ങളെ ആരും കൺട്രോൾ ചെയ്യാനില്ല, അല്ല ഞങ്ങൾക്കാരും ഇങ്ങനെ സാഹചര്യങ്ങളാണ് കുട്ടികളെ കൂടുതലും അതിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, സ്കൂളുകളിലാണെങ്കിലും ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബേസിക്കായിട്ട് തുടങ്ങേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണ്, വീടുകളിലാണ് തുടങ്ങേണ്ടത്. ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും, അതായത് ഈ കാർന്നോന്മാർ ഈ മക്കൾക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പകർന്നു കൊടുക്കണം. ഈ കഷ്ടപ്പാടനാ ബുദ്ധിമുട്ടനാന്നൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്നും അറിയാതെ വളർന്നു കഴിയുമ്പോൾ അവർക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ മടന്ന് പോവുക. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. പലപ്പോഴും കുടുംബങ്ങളിലെ ബന്ധങ്ങൾ അകലാനും കാരണം ഈ ലഹരിയായിരിക്കും. ഒന്നുകിൽ അപ്പൻ മദ്യപാനിയായിരിക്കും, അത് കണ്ടിട്ട് പാരമ്പര്യം വഴി കുറേ പേര് അങ്ങനെ വരും. പിന്നെ ഈ കള്ളൻ്റെ മകൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ സമൂഹം ആക്കുന്നത് പോലെ മദ്യപാനിയുടെ മകനോടും ആ ഒരു അവഗണന കാണിച്ച് അങ്ങനെ ആക്കുന്നൊരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു മനോഭാവം തന്നെ മാറേണ്ടി വരും. സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിൽ മാറ്റം വരുത്തുക. അതായത് പേരൻസിന് താല്പര്യം തോന്നുക ഇതിത്ര കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് പേരൻസ് കണ്ടെത്തി അവരെ അതിലേക്ക് കൊണ്ടുവരിക, അത് ആ രീതിയിലേക്ക് വരിക. പിന്നെ നമ്മൾ കുട്ടികൾ പറയുന്നത്, ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല അപ്പനൊരു മദ്യപാനിയാണെന്ന് പറയാൻ ഒരു കുഞ്ഞും ആഗ്രഹിക്കുന്നില്ലല്ലോ, അവർക്കതൊരു വേദനയല്ലേ. അപ്പോൾ അത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ നമുക്കതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പേരൻസ് മക്കൾക്ക് ഈശോയെ കൊടുക്കുക. ഈശോയെ ഒന്നാമതായിട്ട് കുടുംബത്തിൽ നിന്ന് കഴിയുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈശോ മാറിക്കഴിയുമ്പോൾ എല്ലാം കൂടെ പോകും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുന്ന ഭവനങ്ങളിൽ അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാകും. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാത്തവരും വിശുദ്ധ കുർബാന കാണാത്തവരും മാത്രമല്ല ലഹരി. ഇതിന് കണ്ടിട്ടും നമ്മുടെ പള്ളിപ്പെരുന്നാൾ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും ഒക്കെ വളരെ ആഘോഷമായിട്ട് ഭയങ്കര നോർമലായിട്ട് മദ്യക്കുപ്പികളൊക്കെ സ്റ്റാറ്റസ് ഇട്ടും ആഘോഷം എന്താ അച്ചായമാരച്ചത് ഞങ്ങളുടെ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ ഇടയിലുണ്ട്. ഒരിക്കലും ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ ഈ റീൽസ് വഴിയും ഈ ചില റീലുകളുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി ഇതിനിടയിൽ കൂടി ഉണ്ട്. ഈ പറഞ്ഞ മൊബൈൽ ശീലത്തിലൂടെ അവർ കാണുന്ന ഇതാണല്ലോ, കല്യാണങ്ങൾക്കും ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ വളരെ ആഘോഷമായിട്ട് മുതിർന്നവർ പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വരെ കുടിച്ച് റീൽസ് ഇടുമ്പോൾ അവർ കാണുമ്പോൾ വിചാരിക്കും ദിസ് ഇസ് വെരി നോർമൽ എന്നുള്ളൊരിതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സെൻറ്ററുകളിൽ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം മാത്രമല്ല ഒത്തിരി സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ എങ്ങനെയാണ് ഇവരെ ഒന്ന് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? നമ്മൾ ആദ്യം അവരെ കാണും, കുട്ടികളെ കാണും, പിന്നെ പേരൻസിനെ തനിച്ച് കാണും. പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും അവരോട് ഇതിൻ്റെ കാര്യഗൗരവങ്ങളെക്കുറിച്ച്. ഇങ്ങനെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ഒരുപാട് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നോക്കമായിരിക്കും. പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടിയാണെങ്കിൽ നോർമലി ഉറക്കം ശരിയല്ലായിരിക്കും. പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് 3 മണി വരെയൊക്കെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികൾ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് ഉറക്കമില്ല, മെൻ്റലി ഡിപ്രഷൻ വരുന്നു, ഭക്ഷണം കഴിക്കാൻ മേല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പം നമുക്കറിയാം കുട്ടികൾ എന്തോരം എത്രമാത്രം അതിനടിമപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവരോട് ചോദിക്കും പഠിക്കണ്ടേ, ഇങ്ങനെ ഇരുന്ന്, അതായത് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള രൂപഭാവം പോലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ കാര്യത്തിൽ ഇതിന് ഒരുപാട് ഇതെല്ലായി കഴിയുമ്പം. അപ്പം നമ്മൾ അവരോട് ചോദിക്കും കുഞ്ഞുങ്ങളെ നമുക്കിങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ മിക്ക കുട്ടികളും പറയുന്നത് സിസ്റ്ററെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സിസ്റ്ററെ, പറ്റുന്നില്ല, അപ്പം അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാളെ തന്നെ ഇതെല്ലാം നിർത്തണം എന്നൊന്നും പറഞ്ഞാൽ
പറഞ്ഞാൽ അവർ കേൾക്കില്ല. മറിച്ച് അവരോട് കൂടെ ഞാനായിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഒരാൾ വരുമ്പോൾ, ഒരു ബലഹീനതയായിട്ടൊരു കുട്ടി വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നീ എന്തെങ്കിലും ചെയ്തെന്നല്ല ചോദിക്കുന്നത്. മറിച്ച് നമ്മളും അവരുടെ കൂടെ ഇരുന്ന് അവരെ കേട്ട് നമുക്ക് മാറ്റണ്ടേ, കൊച്ചിന് പറ്റും എന്നൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അവർ പയ്യെ പയ്യെ ഓക്കെ ആകുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു കുഞ്ഞും അങ്ങനെ നശിച്ചു പോകുന്നതിന് ഈശോ ആഗ്രഹിക്കുന്നില്ലല്ലോ. എത്ര നേരം വേണമെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹം. ഞാൻ അങ്ങനെയാണ് അതിനോട് സഹകരിക്കുന്നത്. അങ്ങനെ ആ സെൻട്രൽ സിസ്റ്ററിന്റെ കരങ്ങളിലൂടെ ഒത്തിരി പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഉണ്ട്, തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ നമുക്ക് വേറെയും സെന്റേഴ്സ് ഉണ്ടാവുമല്ലോ സഭയ്ക്കും. അവിടെ തന്നെ 3 സെന്റേഴ്സാണ് ഉള്ളത്. അവിടെ നന്നായി പോകുന്നുണ്ട്. ലഹരി അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്റേഴ്സ് മാത്രമല്ല, നമുക്ക് വേറെ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഉള്ളത് നൈറ്റ് ഷെൽട്ടർ ഉണ്ട്. അതായത് അവിടെ നൈറ്റ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ രാത്രിയിൽ താമസിക്കാൻ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായി, അന്ന് രാത്രിയിൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവരെ അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ നൈറ്റ്, ആ രാത്രി നമുക്ക് അവരെ അവിടെ നമ്മൾ താമസിപ്പിക്കും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇനി വേറൊരു വീടില്ല എങ്കിൽ അവരെ നമ്മൾ മറ്റേതെങ്കിലും ഹോമിലേക്കോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ജോലിയിലേക്കോ ഒക്കെ നമ്മൾ അവരെ കൊണ്ടുവിടാറുണ്ട്. കുഞ്ഞു പിള്ളേർ, എന്നാൽ 10ഉം 11ഉം ദിവസമായ കുട്ടികളെ സഹിതം വീട്ടിൽ പ്രശ്നമായിട്ട് കൊണ്ടുവരുന്ന പേരൻസും ഉണ്ട്. നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന കുട്ടികളെയായിട്ട് വരുന്ന അമ്മമാരുണ്ട്. അങ്ങനെ 2-3 കുട്ടികളെയും കൊണ്ട് വരുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കേട്ട് ഒന്ന് ആശ്വസിപ്പിച്ച്, ചിലപ്പോൾ സൂയിസൈഡ് പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരുണ്ട്, അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്, എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇതിലേക്ക് വഴുതി പോകാൻ സാധ്യത. അപ്പോൾ അവരെയൊക്കെ നമ്മളോട് അത്യാവശ്യം കൊണ്ടുവന്ന് 2 ദിവസമൊക്കെ താമസിപ്പിച്ച് അങ്ങനെ അവിടെ വരുന്നവർ അവരുടെ കൂട്ടാളികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് വേറെ ആരെങ്കിലും കണക്ഷൻ വഴി സിസ്റ്റർ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? വരും ഉറപ്പായിട്ടും. എന്ന് പറഞ്ഞാൽ എങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടവരാണ് ഉദ്ദേശിച്ചത്. ലഹരിക്ക് അടിമപ്പെട്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർ പറയുമല്ലോ ഇന്ന കൂട്ടുകാരനാണ്. അപ്പോൾ അവരിപ്പോൾ നമ്മൾ സ്കൂൾ ബേസിലൊക്കെ ആണെങ്കിൽ അവർ ടീച്ചേഴ്സ് കൊണ്ടുവരും. നമ്മുടെ ചിലപ്പോൾ ഒരു ഗ്യാങ് ആയിരിക്കും അവർ. അന്നേരം അവർ പറയും അവിടെ പോയി കൗൺസിലിംഗ് ചെയ്തിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു വിടും. അപ്പം നമ്മളവരെ ഫോളോ അപ്പ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് കാണും, അവധി ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ അവരെ കൂട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പേരൻസിനെ നമ്മൾ വിളിക്കാറുണ്ട്, അവരെങ്ങനെ പോകുന്നു എന്നൊക്കെ. നമ്മൾ ചിലപ്പം നമ്മൾ ആദ്യത്തേലും താഴേക്ക് പോകും, പിന്നെ വീണ്ടും നമ്മൾ വിളിച്ച് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട്. ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആവശ്യം. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെയല്ലേ? നമ്മുടെ എല്ലാ സെന്റേഴ്സും പറഞ്ഞ ഇതല്ലാണ്ടുള്ള മറ്റ് ചാരിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മുടെ സന്യസ്തരും. SHGs ഉണ്ട്, 32,500 സ്ത്രീകളുടെ SHGs ഇടുക്കി മുഴുവനുള്ളതാണ്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് നമുക്ക് അവരെയും കേൾക്കാൻ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ അവരുടെ ഇടങ്ങളിൽ കൂടെ പോകും, അവരോട് സംസാരിക്കും. അതൊക്കെ നമുക്കൊരു നല്ല പ്രേക്ഷിത പ്രവർത്തന മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നന്മ ചെയ്തിട്ടും പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയധികം സൈബർ അറ്റാക്ക് വരുമ്പോൾ ഒരു ചെറിയ വിഷമം എനിക്കങ്ങനെ അതൊരു എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, ഈശോ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത് കടന്നു പോയില്ലേ? പക്ഷേ ഈശോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈശോയെ ആക്രമിക്കാതിരുന്നോ? ഇല്ല. ഇതൊരു സന്യാസിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചൊന്നും നമ്മുടെ ദൈവവിളിയിലോ ഒന്നും ദൈവം ഒരു കുറവും വരുത്തുകയില്ല. കാരണം ഇത് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും അറിയാം. ഒരു നിരീശ്വരവാദി വീഴുമ്പോഴെങ്ങനെയാണ് വിളിക്കുന്നത്? എൻ്റെ ദൈവമേ എന്നല്ല വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ നന്മകളും ചെയ്യുന്നവരാണ്. നന്മകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണല്ലോ പറയാറില്ലേ, ഫലമുള്ള മാവിനിട്ട് ഏറ് കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് വിഷമം തോന്നും, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സഭയെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. പക്ഷേ ഞാൻ ദൈവകരങ്ങളിൽ നിന്ന് നമുക്കതിനെ കാണുമ്പം നമുക്കൊന്നും പറയാനില്ല. ഈശോ പറയല്ലേ, കുരിശെടുത്തോണ്ട് പുറകെ വരാനല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുക, അതാണ്. എന്ന് വിചാരിച്ചാലും നമ്മുടെ ദൈവവിശ്വാസം കുറയാതിരിക്കുക. അതായത് ഇങ്ങനെ പറയുന്നതിനെ പ്രതി ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും തോന്നാറ്. കാരണം ഒരു സിസ്റ്ററിനെയോ ഒരച്ഛനെയോ അല്ലല്ലോ അവരുടെ വിശ്വാസം നയിക്കേണ്ടത്. മറിച്ച് ഈശോയിൽ ആഴപ്പെട്ട വിശ്വാസം കൊണ്ട് ഈ ലോകത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിലൊരു കാര്യമില്ല, ഇല്ലേ? അങ്ങനെ പോകുന്നവരൊരു കാരണം നോക്കി നിൽക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയാണ്, പഠിച്ചത് ഒരു CMC സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് ഒരിടത്ത് പോയപ്പോൾ ബ്ലൈൻഡ്സിനെ നോക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ്, അതുപോലെ ഒത്തിരി വയ്യാത്തവരെ, പ്രായമായവർ, അത് ക്രിസ്ത്യൻസ് മാത്രമല്ല ജാതിമത ഭേദമന്യേ എല്ലാവരെയും നോക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ്. എന്നിട്ടും അവർക്കെതിരെ ഇത്രയും ഒരാവശ്യമില്ലാതെ പ്രോപ്പർ റിസർച്ച് പോലും ഇല്ലാണ്ട് സൈബർ അറ്റാക്കും കാര്യങ്ങളും വരുന്നു. പക്ഷെ അതിൽ സങ്കടം നമ്മുടെ സ്വന്തം കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഭയ്ക്കകത്തുള്ളവർ ഈ നന്മകളെല്ലാം കൂടുതലായിട്ട് അനുഭവിക്കുന്നവർ അതിനെതിരെ ഒരു ചെറുവിരലനക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സഭയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതികരണശേഷി ഇല്ലാതെ, അല്ലെങ്കിൽ
നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുവാൻ പറ്റാതെ പോകുന്നത്? കാര്യമില്ലാത്തത്. നമുക്കത് എവിടുന്നാ തുടങ്ങേണ്ടത്? കുടുംബങ്ങളിൽ അല്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ സന്യാസത്തെക്കുറിച്ച്, വൈദിക ജീവിതത്തെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ കുഞ്ഞത് കേട്ടല്ലേ വളരുന്നത്, ഇല്ലേ? നന്മ പറയുന്നതാണെങ്കിൽ, ഇപ്പം എൻ്റെ അമ്മയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വൈദികരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ലായിരുന്നു. അമ്മ പറയും മിണ്ടായിരിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനുഷ്യരല്ലേ അവർ, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതായത് അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്. സന്യസ്തരും അതുപോലെ തന്നെ വൈദികരൊക്കെ മാറ്റി നിർത്താം. അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുന്നേ. അവരെ നമ്മൾ പഴിചാരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നോക്കുന്ന കാണാനായിട്ടും കൊണ്ടു നടക്കാനായിട്ട് ഒരു ഈശോ നമ്മുടെ മുമ്പേ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു സന്യാസമോ വൈദിക ജീവിതമോ തകർന്നു പോകില്ല ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും. മറിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ഇതിൽ നിന്ന് മാറാനുള്ള കാരണം നമ്മുടെ ഭവനങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഭവനങ്ങളിൽ നമ്മൾ ഒരിക്കലും തിരുസഭയെക്കുറിച്ചോ അല്ലെ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശിക്കാതിരിക്കുക, ഇല്ലേ? അങ്ങനെ പറയുമ്പോഴും മക്കൾ അങ്ങനെ പറഞ്ഞാലും പേരൻസ് അതെന്തെങ്കിലും കാരണം കൊണ്ടാവും. എന്തുമാത്രം ഡൈവോഴ്സ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മറിച്ച് അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ മഹത്വം അത്രമാത്രമാണ്. ഞാൻ എന്നും പറയും, എനിക്കിനി ഒരു ജന്മം അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാവും എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ ഇനി എനിക്കൊരു ലൈഫ് കിട്ടുവാണേലും ഇനി ഞാൻ ഈ സന്യാസത്തിലേക്കാണ്. അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ, സ്നേഹമാണ് എനിക്കിതിനോട്. ഇഷ്ടവും സ്നേഹം രണ്ടും രണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് എനിക്ക്. കാരണം ഈശോയെ സ്നേഹിക്കാൻ, തമ്പുരാൻ്റെ സ്വന്തമായിരിക്കാൻ എല്ലാവരും അങ്ങനെയാണ്. വിവാഹ ജീവിതം മോശമാണെന്നല്ല പറയുന്നത്, മറിച്ച് ഇതിനൊരു മഹത്വം ഉണ്ടാവും. അതുകൊണ്ട് അതിനോടൊരു സ്നേഹം. ഇന്ന് നമ്മൾ കുറച്ച് സോഷ്യൽ ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലഹരിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ ദാമ്പത്യത്തിൽ പ്രശ്നമുള്ളവർ, നിർധനരായ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വിദേശത്ത് പോകുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെടുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2025 ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പഠിക്കാനും എല്ലാവരും പോയിക്കൊണ്ടിരിക്കാം. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തളർന്ന മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരോട് സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളതൊരു പാട്ടായിട്ട് പാടുവാണെങ്കിൽ നന്നായിരിക്കും. നമുക്കവർക്ക് സാന്ത്വനമേകുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. ഈശോ കൂടെയുണ്ട്, ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഞാൻ കൂടെയുണ്ടെന്നൊക്കെയുള്ളൊരു അതല്ലേ നല്ലത്. അങ്ങനെയുള്ളൊരു പാട്ട് ഞാൻ പാടാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. നന്നായിട്ട് സിസ്റ്റർ. എത്ര വിഷമിച്ചിരിക്കുന്നവരൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർക്കും ഈശോ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം.
നമ്മളെപ്പോഴും പറയും പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പാട്ടാണ്. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്നാ പറയാ. അതെ ധ്യാനങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അല്ലേ മൈൻഡൊക്കെ ഇങ്ങനെ മാറിപ്പോകും. ശരിക്കും അതെ, പാട്ടിന് ഭയങ്കര ശക്തിയുണ്ട്. പാട്ട് പഠിപ്പിക്കാറുണ്ടോ? പാട്ട് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഓൺലൈനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതത്ര അങ്ങോട്ട് ഓക്കെ ആകില്ല. കാരണം നമ്മളിങ്ങനെ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന അത്രയും ഞാൻ ഈ പുറത്തുള്ള കുറേ കുട്ടികളൊക്കെ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് കുറവാണ്. കാരണം നമുക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. എങ്കിലും ഞങ്ങളുടെ കൊയറുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ ഞങ്ങൾ 10-25 പേരുടെ ഒരു കൊയറൊക്കെ രൂപീകരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. രൂപതയിൽ വലിയൊരു കൊയറുണ്ട് ഞങ്ങൾക്ക്. പാടുന്ന എല്ലാ ഇടവകളിലും പാടുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു വലിയ കൊയർ 10-50 പേരോടെ ഉള്ളൊരു കൊയറുണ്ട്. അങ്ങനെയൊക്കെ അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇനിയിപ്പോൾ അത് മതിയാവില്ലെങ്കിൽ നമുക്ക് ഇത്ര മീഡിയ ഉള്ളത് കൊണ്ട് യൂട്യൂബിലൂടെയൊക്കെ പിള്ളേർക്ക് കേൾക്കാം, പഠിക്കാം. പോലെ പിള്ളേരുണ്ട്, പാടാനുള്ളവരുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് കുട്ടികൾ പാടാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ വരാറുണ്ട്. ഒത്തിരി പേരും സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ മതി. എനിക്ക് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പാടാൻ കഴിവുള്ളവരൊക്കെ അവരുടെ ആ കഴിവ് ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് സിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അതെ, അങ്ങനെ തന്നെ വേണം. കാരണം പാടുന്നവൻ പറഞ്ഞില്ലേ, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ. നമ്മൾ നന്നായിട്ട് പാടാൻ എല്ലാവർക്കും കഴിവില്ലല്ലോ. പക്ഷെ ആ കഴിവ് ഉള്ളവർ ഒരു കാരണവശാലും അത് കളയാതെ ഈശോയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ കൂടുതലായിട്ട് അത് ദൈവമഹത്വത്തിനായിട്ട് മാറ്റി വയ്ക്കപ്പെടുമല്ലോ. അതുകൊണ്ട് സംഗീതം മാത്രമല്ല മറ്റെന്ത് കഴിവുണ്ടെങ്കിലും അത് ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. അതാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവകൃപയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുക. അപ്പോൾ ജീവിതത്തിലുടനീളം സംഗീതത്തിലൂടെ ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കാൻ ഇനിയും സിസ്റ്റർക്ക് ആകട്ടെ, ഒത്തിരി പേരുടെ ജീവിതത്തിന് സാന്ത്വനമേകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സിസ്റ്റർ. നന്ദി.